പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം ഈ സമയവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളോടൊപ്പം ഒരുമിച്ച് ദൈവവചനം ശുശ്രൂഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അവസരമൊരുക്കി. ഇത്രത്തോളം സന്തോഷത്തോടും അനുഗ്രഹത്തോടും ദൈവകൃപയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവ് ഭൂമിയിലൊരു അവസരം നൽകി. ആമേൻ. ഒത്തിരി പേരെ നോക്കാമെങ്കിൽ, ഈ ലോകത്തേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാമെങ്കിൽ ഒത്തിരി പേർ പലവിധ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും രോഗദുഃഖങ്ങളിലും ആമേൻ ഒത്തിരി കണ്ണുനീരിൻ്റെ അവസ്ഥകളിലൊക്കെ ആയിരിക്കുമ്പോൾ ദൈവം സ്നേഹിക്കുന്നവരെ ആമേൻ അപ്പൻ കരുതുന്ന വിധങ്ങൾ ഓർത്താൽ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വർണ്ണിച്ചാലും, ആ കരുതലിനെ എത്ര വർണ്ണിച്ചാലും മതി വരത്തില്ല. ആമേൻ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ആമേൻ മറച്ച് പരിപാലിക്കുന്നത് പോലെ അപ്പൻ്റെ ഉള്ളം കരത്തിൽ വഹിക്കുന്ന ആ സ്നേഹത്തിൻ്റെ കരവിരുത് തിരിച്ചറിയുന്നവർ ഈ സമയവും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആ കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞവർ, ആ കർത്താവിൻ്റെ ആമേൻ ഹല്ലേലൂയ കരുണ തിരിച്ചറിഞ്ഞവർ, ആമേൻ ആ പരിപാലിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുന്നവർ, ആ സ്നേഹിക്കുന്ന കരത്തെ തിരിച്ചറിയുന്നവർ, അമ്മ തള്ളിക്കളഞ്ഞപ്പോഴും അപ്പൻ തള്ളിക്കളഞ്ഞപ്പോഴും മക്കൾ തള്ളിക്കളഞ്ഞപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തള്ളിക്കളഞ്ഞപ്പോഴും തള്ളിക്കളയാതെ വണ്ണം കൂടെ ചേർത്ത് നിർത്തി ആമേൻ സ്നേഹിക്കുന്ന കരുതുന്ന നമ്മെ താലോലിക്കുന്ന ആമേൻ അപ്പൻ ഓമനിക്കുന്നത് പോലെ അമ്മ താലോലിക്കുന്നത് പോലെ കൂടെ ഇരുന്ന് നമ്മളെ താലോലിച്ച് നമ്മളെ വഴി നടത്തുന്ന ആ കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുന്നവർ ആമേൻ ഈ സമയവും ആമേൻ സ്തുതിയോടും സ്തോത്രത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. ആമേൻ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. സ്തുതിക്കുന്നവന് ആമേൻ വിടുതൽ ഉറപ്പ, പ്രാർത്ഥിക്കുന്നവന് വിടുതൽ ഉറപ്പ. ആമേൻ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയോടെ ആമേൻ ഹല്ലേലൂയ വീണ്ടും ആമേൻ അടുത്ത ആഴ്ചയിലും ഒരുമിച്ച് നമുക്ക് സന്തോഷമായി കാണുവാൻ കഴിയുമെന്നുള്ള പ്രത്യാശയോടുകൂടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നും അല്പസമയം ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം 4-ാമത്തെ ഭാഗം. അവൻ അത്ഭുത മന്ത്രി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം 4-ാമത്തെ ഭാഗം. അവൻ അത്ഭുത മന്ത്രി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കളെ, ആമേൻ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ആമേൻ അവൻ അത്ഭുത മന്ത്രിയാണ്. ആമേൻ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ ഒരുമിച്ച് നിങ്ങൾ പറഞ്ഞാട്ടെ. ആമേൻ അവൻ അത്ഭുത മന്ത്രിയാണ്. എൻ്റെ അത്ഭുത മന്ത്രിയാണ് കർത്താവ്. ആമേൻ എൻ്റെ അത്ഭുത മന്ത്രിയാണ് കർത്താവ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യത്തിലും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേടുകളിലും എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. ആമേൻ ഈ സമയവും നീ ഏത് സ്ഥാനത്തായിരുന്നാലും ഏത് സാഹചര്യത്തിലായാലും ആമേൻ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. ഒരു അത്ഭുതം കാണുവാൻ പ്രതീക്ഷയോടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുകയാണോ? ചില നിമിഷങ്ങൾ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാട്ടെ. കേൾപ്പിച്ച വചനത്തിന്റെ മുമ്പിൽ ശബ്ദന ജൂഡമന അധാരകസി അന്തക്രൗഡമന അപ്പാ, ഈ വായിച്ച് കേട്ട അങ്ങയുടെ വചനത്തെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ കരത്തിലൊന്നുമില്ല കർത്താവേ, ഈ ജനത്തോട് അപ്പനങ്ങ് സംസാരിക്കണമേ. അവർക്ക് വേണ്ട മന്ന ആമേൻ, അവർക്ക് ആമേൻ മുൻപോട്ട് കടന്നു പോകേണ്ട ആത്മീക മന്ന ഈ വചനത്തിലൂടെ അപ്പനങ്ങ് വിളമ്പുന്നതിനായി സ്തോത്രം. ഈ വചനം ആമേൻ കേൾക്കുന്ന ഓരോ ജീവിതങ്ങളുടെ മേലും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. അവരുടെ രോഗങ്ങളുടെ മധ്യേ ഒരു അത്ഭുതമായി മാറട്ടെ. അവരുടെ ശാപങ്ങളുടെ മധ്യേ ഒരു അത്ഭുതമായി മാറട്ടെ. അവരുടെ ശരീരത്തിന്മേൽ ഒരു അത്ഭുതമായി മാറട്ടെ. അവരുടെ കുടുംബ ജീവിതത്തിന്മേൽ ഒരു അത്ഭുതമായി മാറട്ടെ. അവരുടെ തൊഴിൽ മേഖലയിൽ ഒരു അത്ഭുതമായി മാറട്ടെ. അവരുടെ തലമുറകളുടെ മേൽ ഒരു അത്ഭുതമായി മാറട്ടെ. ഇല്ലായ്മയിൽ ഒരു അത്ഭുതമായി മാറട്ടെ. ശംതന റീബാലക ശംതന റികൽക്കടകസി അർത്ഥപ്രൗഢവന. അത്ഭുതം പ്രവർത്തിക്കുന്ന അത്ഭുത മന്ത്രി ഇന്ന് അവൻ ഈ സമയം കുടുംബങ്ങൾക്കകത്ത് ഇറങ്ങിച്ചെന്ന് ചില അത്ഭുതങ്ങളെ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കോഴി തൻ കുഞ്ഞിനെ ചീറകടിയിൽ മാറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചീറകിന്മീതെ വാഹിക്കും പോലെ, കോഴി തൻ കുഞ്ഞിനെ ചീറകടിയിൽ മാറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചീറകിന്മീതെ വാഹിക്കും പോലെ, എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ
തീരാത്തവൻ കൃപകൾ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദിയോ. നന്ദി യേശുവേ നിനക്ക് നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തുന്നതാൽ വൈഷമ്യമേടുകളിൽ കാരം പിടിച്ച് എന്നെ നടത്തിയതാൽ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തുന്നതാൽ വൈഷമ്യമേടുകളിൽ കാരം പിടിച്ച് എന്നെ നടത്തുന്നതാൽ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദിയോ. നന്ദി യേശുവേ നിനക്ക് നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നന്മകൾ ദയയാൽ നിത്യദയയാൽ നിർത്തിയിടും കൃപയാൽ ദൈവ കൃപയാൽ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതെ, നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. ആമേൻ. ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണെന്ന് ആമേൻ തിരിച്ചറിയുന്നവർ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. അതെ, ഞാൻ പറയും, ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആമേൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. ഞാൻ അനേകർക്കൊരു അത്ഭുതമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അനേകർക്കൊരു അത്ഭുതമായിരിക്കുന്നു. ഭയങ്കരവും അതിശയകരമായി നിന്നെ വളരെ അത്ഭുതകരമായി പരിശുദ്ധാമേൻ സ്വർഗത്തിലെ ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ തിരിച്ചറിയുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നെ ഭയങ്കരവും എന്നെ അതിശയകരമായി വളരെ അത്ഭുതത്തോടെ എന്നെ എൻ്റെ കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു അത്ഭുതമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ആമൻ തിരിച്ചറിയുന്നത് കൊണ്ട് വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ ആമൻ ഒത്തിരി മോശം കമന്റുകൾ വരുമ്പോഴും ആമൻ നിങ്ങളോടൊപ്പം ദൈവവചനം ശുശ്രൂഷിപ്പാൻ ആമേൻ ഹല്ലേലൂയ ആമേൻ വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നത്. അതെ, നമ്മുടെ കർത്താവ് അത്ഭുതത്തെ പ്രവർത്തിക്കുന്ന ദൈവം. അവൻ അത്ഭുത മന്ത്രി. അതെ ആമേൻ, നമ്മുടെ കർത്താവ് അത്ഭുത മന്ത്രിയാണ്. തിരിച്ചറിയുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അങ്ങനെയെങ്കിൽ ആമേൻ ഇന്ന് ഈ സമയവും ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ അത്ഭുതം പ്രവർത്തിക്കുവാൻ അത്ഭുത മന്ത്രിയായ ദൈവം നിങ്ങളോടൊപ്പം ആമേൻ കൂടെയുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ ട്രാവലിംഗിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കിച്ചണിംഗ്
ബിൽഡിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, നിങ്ങളുടെ ഓഫീസിലായിരിക്കാം, ആമേൻ, അല്ലെങ്കിൽ ആമേൻ പുറത്തെവിടെയെങ്കിലും ആയിരിക്കാം, ഒന്നുകിൽ നിങ്ങൾ ഒരു ഫാമിലി ട്രിപ്പിലായിരിക്കാം, ഏത് സ്ഥാനത്തായിരുന്നാലും, ഭൂമിയുടെ ഏത് കോണിലായിരുന്നാലും, ആമേൻ ഹല്ലേലൂയ, പാതാളത്തിൽ പോയി ആമേൻ നിന്റെ കിടക്ക വിരിച്ചാലും, ആമേൻ അത്ഭുത മന്ത്രിയായ ദൈവം, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം, ആമേൻ ജീവിതത്തിന്റെ ഏത് നാനാ കോണിലിരുന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഏത് വ്യക്തിയായാലും, ആമേൻ ഞാൻ ലജ്ജ കൂടാതെ ആമേൻ വിളിച്ചു പറയട്ടെ, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം നിങ്ങളൊരു അത്ഭുതം പ്രതീക്ഷിച്ചാണോ ആയിരിക്കുന്നത്? ആമേൻ, നിങ്ങളെ ആ അത്ഭുതം ആമേൻ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും, നിങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കും, നിങ്ങളുടെ കരം കൊണ്ട് അനുഭവിക്കും. അതേ വിശ്വാസമുള്ളവർ ആമേൻ 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 ഈ ദൂത് റിസീവ് ചെയ്താട്ടെ. ഞാൻ ഇന്ന് ഈ സമയം ഒരു അത്ഭുതം കാണും. ആമേൻ, ഈ സമയം ഞാൻ ഒരു അത്ഭുതം എൻ്റെ ശരീരത്തിൽ തിരിച്ചറിയുവാൻ പോകുന്നു, എൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ പോകുന്നു, എൻ്റെ ചെവി കൊണ്ട് ചില അത്ഭുതങ്ങൾ കേൾക്കുവാൻ പോകുന്നു. ശംദാന റീബാലക ശംദന രഗൽക്കടക രഗതനകടകസി. അതേ പരിശുദ്ധാത്മാവ് എന്നൊരു സഹോദരിയെ ആമേൻ ഹല്ലേലൂയ വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഒരു അത്ഭുതം കേൾക്കുവാൻ, ഒരു അത്ഭുതം കാണുവാൻ. അതേ നിന്റെ മെയിലിൽ ഒരു അത്ഭുതം കാണുവാൻ, ആമേൻ നിന്റെ മൊബൈൽ ഫോണിൽ, നിന്റെ മെയിലിൽ ആമേൻ ഒരു അത്ഭുതം കാണുവാൻ നീ ചില ദിവസങ്ങൾ കൊണ്ട് കാത്തിരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ മെസ്സേജ് കഴിഞ്ഞ് നീ എഴുന്നേൽക്കുമ്പോൾ ഒരു അത്ഭുതം നിന്റെ മുൻപിൽ കർത്താവ് ചെയ്യുവാൻ പോകുന്നു. ശംദാന റീബാലക ശംദന രഗൽക്കടക രഗതനകടകസിയ അർത്ഥപ്രൗഢവന ദീപലകടക ശംദാരഗതനകടകസി. അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് ആമേൻ നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. നാളുകൾ കൊണ്ട് നീ കലങ്ങി മറിയുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, ചില സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ, ആരോടും പറയുവാൻ കഴിയുന്നില്ല. ഉള്ളിനകത്ത് ആമേൻ ഹല്ലേലൂയ വിങ്ങിപ്പൊട്ടുന്ന ഒരു വേദനയുമായി നീ ആമേൻ ഞരങ്ങുവാൻ തുടങ്ങിയിട്ട് ഒത്തിരി കാലമായി. ആമേൻ, ആരോടും ഒന്ന് തുറന്നു പറയുവാൻ കഴിയുന്നില്ല. നിന്റെ ഭർത്താവിന്റെ അടുത്തൊന്ന് തുറന്നു പറയുവാൻ ചെല്ലുമ്പോൾ നിന്നെ റിജക്റ്റ് കളയുന്ന അവസ്ഥ. നിന്റെ കൂട്ടുകാരോട് നീ പറയുവാൻ ആമേൻ ശ്രമിക്കുമ്പോൾ നിന്റെ ഉള്ളിനകത്തൊരു ഭയം. കൂട്ടുകാരോട് പറഞ്ഞാൽ ഇതിനൊരു പരിഹാരം കിട്ടുമോ, ഞാൻ ലജ്ജിക്കപ്പെട്ടു പോകുമോ? ആമേൻ, പരിശുദ്ധാത്മാവ് പറയുന്നു, നീ സ്വർഗത്തിലെ അപ്പനോട് നീ ഇന്ന് പകലിൽ ആമേൻ ഈ സമയം നീ അത് ഷെയർ ചെയ്യുവാൻ തയ്യാറാകുക. നീ ഒരു അത്ഭുതം കാണുക തന്നെ ചെയ്യും. നിന്നെ അലട്ടുന്ന ഏത് പ്രശ്നമായാലും പരിശുദ്ധാത്മാവ് ആമേൻ നിന്നോട് ദൂത് പറയുവാൻ പറയുന്നു. ആമേൻ, നീ അത്ഭുതം കാണുക തന്നെ ചെയ്യും. ജൂഡമന അധാരക ശംദന രഗൽക്കടക രഗതനകടകസി. കാനാവിലെ കല്യാണ വീട്ടിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ആർക്കും വേണ്ടാതെ കിടന്ന് ആമേൻ കൽപാത്രത്തെ വിരുന്നുശാലയിൽ കൊണ്ടുവന്ന് ആമേൻ വീര്യമുള്ള വീഞ്ഞാക്കി അനുഗ്രഹിക്കപ്പെട്ട വീഞ്ഞു നിറച്ചൊരു അത്ഭുതം സൃഷ്ടിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ജൂഡമന റഖാലക ശംദനാരകൽ കടകസി നിന്റെ ജീവിതത്തിന്റെ വർണ്ണപ്പകിട്ടുകൾ തകർന്നു കിടക്കുന്ന സ്ഥാനത്ത് നിറം നൽകി നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ അനേകർക്ക് പ്രയോജനമുള്ള, അനേകർക്ക് ആസ്വദിക്കുന്ന തരത്തിൽ നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് മാറ്റിക്കുറിക്കുവാൻ പോവുകയാ. റമാന ഷെംധേനെ റീഖാലകസി. അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം നിന്റെ വീട്ടിനകത്ത് വന്നാലുണ്ടല്ലോ ചില ശൂന്യതകളെ മാറ്റുമെന്നാണ് ഞാൻ ദൂത് പറഞ്ഞത്. റമന ഷെംധേനെ റീഖാലകസിയ അഥാരകടക ശംദനാരകൽ കടകസി. ആമേൻ ഹല്ലേലൂയ. കല്യാണ വീട്ടിനകത്ത് ആമേൻ ഒരു നിന്ന വരുത്താലവണ്ണം ആ ശൂന്യതയെ, ആ ഒഴിഞ്ഞ അനുഭവത്തെ ആമേൻ എന്റെ കർത്താവ് നിറച്ചുവെങ്കിൽ പ്രിയ ദൈവ പൈതലേ, അതേ മാതാവേ, നിന്റെ തലമുറയുടെ വിവാഹത്തിന് വേണ്ട നന്മകളെ, നിന്റെ തലമുറയുടെ വിവാഹത്തിന് വേണ്ട കുറവുകളെ പരിഹരിച്ച് ഒരു വലിയ അത്ഭുതം പരിശുദ്ധാത്മാവ് നിന്റെ ഭവനത്തിനകത്ത് ചെയ്യുവാൻ പോകുക. വിശ്വസിച്ചുകൊണ്ട് നീ ആമേൻ പറ. നിന്റെ തലമുറയുടെ ഭാവി അത് അപ്പന്റെ കരത്തിൽ. ആമേൻ. അതേ നിന്റെ തലമുറയുടെ വിവാഹം അത് അപ്പന്റെ കരത്തിൽ. തക്ക സമയത്ത് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. ആമേൻ. മനുഷ്യർ പുച്ഛിക്കട്ടെ, പ്രായം കഴിഞ്ഞു, ഈ രാജ്യത്ത് ഇനി ഇങ്ങനെ ഒരു ഭാവി നിന്റെ തലമുറയ്ക്ക് കിട്ടുമോ, പരാജയപ്പെട്ടു പോകുമെന്ന് അനേകർ ആമേൻ ആമേൻ ഹല്ലേലൂയ ഒളിച്ചിരുന്ന് ആമേൻ നിന്നെ കളിയാക്കുന്നുണ്ട്. ആമേൻ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. അവൻ ഏത് സെക്കൻഡിലും അത്ഭുതം പ്രവർത്തിക്കും. പ്രാർത്ഥിക്കുവാൻ ആമേൻ നീ സമയം കണ്ടെത്തിയാൽ, പ്രാർത്ഥന നിന്റെ ഡെയിലി റൊട്ടീനായി മാറിക്കഴിഞ്ഞാൽ അത്ഭുതവും നിന്റെ ഡെയിലി റൊട്ടീനായി മാറുക തന്നെ ചെയ്യും. റബല ശബ്ദനെ റിഖാലഗസിയ അർത്ഥനാദിമാനഘടക ശംദനാരകൽ കടകസി. അത്ഭുതം പ്രവർത്തിക്കുവാൻ എന്റെ ദൈവം മതിയായവന. സാഹചര്യം ഏതൊക്കെയായിരുന്നാലും, സാഹചര്യം എത്ര അവൻ അനുകൂലമല്ലെങ്കിലും അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, അവൻ അത് നീ അനുസരിക്കുവാൻ തയ്യാറാണോ? അത്ഭുതം നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്ഭുത മന്ത്രി നിന്റെ കൂടെയുണ്ടെങ്കിൽ നീ ചെല്ലുന്നിടത്തെല്ലാം അത്ഭുതമാ, നീ കാണുന്നിടത്തെല്ലാം അത്ഭുതമാ, അവൻ നീ കേൾക്കുന്ന
ചെയ്യുന്നതെല്ലാം അത്ഭുതമാ. ശംതാന റബാല ശംതന റിഖാനഗസിയ അർത്ഥപ്രൗഢവന ദീപലഘടക ശംതനാരകൾ ഘടകസി. എൻ്റെ ജീവിതം ഒരു പരാജയമാണ്. അതേ സിസ്റ്റർ, നിങ്ങൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര നിങ്ങൾ ഘോരം പ്രസംഗിച്ചിട്ടും കാര്യമില്ല. എൻ്റെ ജീവിതം ഒരു പരാജയമാണ്. ഞാൻ ആഴത്തിൽ കിടന്ന് വിളിച്ചിട്ട് എൻ്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നിന്നോടൊരു ദൂത ഈ സമയം കൈമാറുവാൻ പറയുന്നു. അത്ഭുത മന്ത്രി നിന്റെ ഹൃദയത്തിനകത്ത് വന്നിട്ടുണ്ട്. നീ ആയിരിക്കുന്ന ആഴങ്ങളിലേക്ക് അത്ഭുത മന്ത്രി ഇറങ്ങിയിട്ടുണ്ട്. നിന്നെ അവൻ കരം പിടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ പോകുക. നിന്ദിക്കപ്പെട്ടു പോകുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. പരിഹസിക്കപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവൻ സാഹചര്യം എത്ര പ്രതികൂലമായാലും ഒരു വാക്ക് മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വാക്കുകൊണ്ട് സകലത്തെയും സൃഷ്ടിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ശംതന റഖാലഗസിയ. അതാ ഞാൻ പറഞ്ഞത്, നീ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരത്ഭുതമാണ്. അവൻ നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവായി പുറത്തു വന്നത് തന്നെ ഒരത്ഭുതമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് വർണ്ണം നൽകി, ആമേൻ, ഹല്ലേലൂയ, നിറം മങ്ങിയ നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ അനുഗ്രഹിക്കപ്പെട്ട നിറം നൽകി അനേകർ ആമേൻ, ഹല്ലേലൂയ, ആമേൻ കണ്ട് ആമേൻ അത്ഭുതം ആമേൻ പറയത്തക്ക രീതിയിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് അവൻ ചേഞ്ചസ് വരുത്തുവാൻ പോകുക. നിന്റെ അവസ്ഥകൾക്ക് അവൻ ചേഞ്ചസ് വരുത്തുവാൻ പോകുക. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ ഒന്ന് ആമേൻ പറ. നിന്റെ ഹൃദയം കൊണ്ട് നീ ആമേൻ പറ. അതെ, നിന്നോട് തന്നെ ദൂത് പറയുന്നേ. ആമേൻ, നീ ആമേൻ പറ. ആമേൻ, ഹല്ലേലൂയ. നിന്റെ പ്രശ്നം എത്രയാകട്ടെ, ഏത് വലുതാകട്ടെ, നീ അതിനെ നോക്കി ആമേൻ പറ. ആമേൻ, അത്ഭുതം പ്രവർത്തിക്കുന്നവൻ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ആമേൻ, മരണത്തിന്മേലും അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ആമേൻ, ലാസറിനെ ആ മരണത്തിൽ നിന്ന് വലിയൊരു അത്ഭുതകരമായി കർത്താവ് പുറത്തു കൊണ്ടുവന്നത്. അത്ഭുതം ചെയ്യുന്ന ദൈവം ഒരു ദുഃഖഭവനത്തിൽ കടന്നു വന്നാലും അവിടെ സന്തോഷം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ദുഃഖം നിറഞ്ഞ നിന്റെ അവസ്ഥയിൽ ആമേൻ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതിയെന്നേ, അവൻ ഒരു വാക്ക് ആമേൻ പറഞ്ഞാൽ മതിയെന്നേ, അവൻ നിന്നെ ഒന്ന് നോക്കിയാൽ മതിയെന്നേ, അത്ഭുതം നടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. കർത്താവിനെ തൊട്ടതിലും അത്ഭുതമാണ്, കർത്താവ് തൊട്ടവരിലും അത്ഭുതമാണ്. അവന്റെ ആമേൻ, ആമേൻ, ഹല്ലേലൂയ, അവന്റെ വസ്ത്രത്തിൽ നിന്നും അത്ഭുതമാണ്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നീ ഒന്ന് ദൈവത്തെ സ്നേഹിച്ച് നോക്കിയേ, നിന്റെ ജീവിതത്തിനകത്ത് അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ശംതന റമാന ഷേഖേനെ റഖാലഗസി. നിന്റെ നല്ല സമയം നീ കർത്താവിന് വേണ്ടി കൊടുക്കുക. നിന്റെ നല്ല ജീവിതം നീ കർത്താവിന് വേണ്ടി കൊടുക്കുക. നിന്റെ നല്ല നന്മയെ നീ കർത്താവിന് വേണ്ടി കൊടുക്കുക. അവൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ജീവിതം അവൻ അത്ഭുതകരമാക്കി മാറ്റുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിന്റെ ആമേൻ, ഹല്ലേലൂയ, ആമേൻ അടയ്ക്കപ്പെട്ട എല്ലാ വഴികളെയും, നിന്റെ ജീവിതത്തിൽ അവൻ അടഞ്ഞു കിടക്കുന്ന സകല വഴികളെയും തുറക്കുവാൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ഈ സമയം നിന്റെ അവൻ അടഞ്ഞു കിടക്കുന്ന വാതിന് മുമ്പിൽ വന്നിട്ടുണ്ട്. വിശ്വാസത്തോടെ നീ അതിനെ നോക്കി പറ. ആമേൻ. തകർന്നു പോയ നിന്റെ ബിസിനസ്സിനെ നോക്കി പറ, കർത്താവേ, എന്റെ ബിസിനസ്സിന്മേൽ നീ ഒരു അത്ഭുതം പ്രവർത്തിക്കണം. എന്റെ കുടുംബ ജീവിതത്തിന്മേൽ അത്ഭുതം പ്രവർത്തിക്കണം. മനുഷ്യരെല്ലാരും കൂടെ പൊളിച്ചടുക്കി തന്ന നിന്റെ കുടുംബ ജീവിതം ഉണ്ടല്ലോ, അവൻ കൂട്ടുകാരൊക്കെ കൂടെ ചേർന്ന് പദ്ധതികൾ എനിക്ക് തകർത്തു തന്ന നിന്റെ കുടുംബ ജീവിതം ഉണ്ടല്ലോ, അതിന്മേൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. റമന ശംതന റഖാലഗസിയ അർത്ഥപ്രൗഢവന അടകദരകടക ശംദരാരകൾ കടകസി. നിന്റെ ജീവിതം തകർന്നെന്ന് പറഞ്ഞ് അനേകർ പരിഹസിക്കുന്നില്ലേ, അനേകർ ചിരിച്ചു കൊട്ടിഘോഷിച്ചു നിൽക്കുന്നില്ലേ, അവരുടെ മുമ്പിൽ നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് ആമേൻ മാറ്റുള്ളതാക്കി തീർക്കുവാൻ പോകുക. ഇന്ന് നിന്റെ കുടുംബജീവിതം പ്രയോജനമില്ലായിരിക്കാം, ഇന്ന് ആർക്കും നീ ഒരു പ്രയോജനമല്ലായിരിക്കാം, പക്ഷേ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ ഉണ്ടല്ലോ, ആമേൻ, നിന്റെ ജീവിതം അത്ഭുതമായി മാറും, നിന്റെ പ്രവൃത്തി അത്ഭുതമായി മാറും, നിന്റെ നന്മ അത്ഭുതമായി മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നിന്റെ അടുക്കൽ വന്നിട്ടുണ്ടെങ്കിൽ അവൻ അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. സ്വർഗത്തിലെ അപ്പൻ നിന്റെ ഭവനത്തിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരിക തന്നെ ചെയ്യും. അവൻ നിന്റെ കുടുംബത്തിനകത്ത് രക്ഷ വരിക തന്നെ ചെയ്യും. സക്കായി ആമേൻ, ഹല്ലേലൂയ, യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ കാട്ടത്തിമേൽ കയറിയിരുന്നപ്പോൾ അവൻ യേശു കർത്താവ് അത്തിയുടെ താഴെ വന്നെന്ന് പറഞ്ഞ്, സക്കായിയെ നീ വേഗത്തിൽ ഇറങ്ങി വാ, നിന്റെ വീട്ടിൽ എനിക്ക് പാർക്കേണ്ടതാ. അവൻ അവന്റെ വീട്ടിൽ ചെന്ന സമയം മുതൽ
അവന്റെ ഭവനത്തിനകത്ത് രക്ഷ വന്നു. അങ്ങനെയെങ്കിൽ ശാപം പിടിച്ചു കിടക്കുന്ന നിന്റെ ഭവനത്തിനകത്തുണ്ടല്ലോ, ആമേൻ ഹാല്, ഒരിക്കലും ഗുണം പിടിക്കത്തില്ലെന്ന് പറയുന്ന നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ, ആമേൻ ഹാല്, ദൈവത്തെ നീ കൂട്ടുപിടിച്ച് നിന്റെ ഭവനത്തിനകത്ത് ക്ഷണിക്കുവാൻ നീ തയ്യാറാണോ? മദ്യപാനിയായ നിന്റെ ഭർത്താവ്, മദ്യപാനിയായ നിന്റെ തലമുറ, ആമേൻ, വിടുവിക്കപ്പെടുക തന്നെ ചെയ്യും. കർത്താവ് നിന്റെ ഭവനത്തിൽ വന്നാൽ അവൻ അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ കർത്താവ് വന്നാൽ, അവൻ നിന്റെ ജീവിതത്തിൽ യേശു വന്നാൽ നിന്റെ ജീവിതം ഒരു അത്ഭുതമായി മാറും, നിന്റെ കുടുംബം ഒരു അത്ഭുതമായി മാറും, നിന്റെ തലമുറ ഒരു അത്ഭുതമായി മാറും. ആമേൻ ഹാല. ഇതിന്റെയൊക്കെ സാരം എന്തെന്നറിയാമോ? നിന്റെ ഹൃദയം ഒന്ന് തുറന്നു കൊടുത്താൽ മതി, നിന്റെ ഭവനത്തിന്റെ വാതിൽ ഒന്ന് കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്താൽ മതി. അപ്പാ, എന്റെ ഭവനത്തിനകത്ത് നീ ഇറങ്ങി വരണമേ, എന്റെ കുടുംബ ജീവിതത്തിനകത്ത് ഇറങ്ങി വരണമേ, ആമേൻ, എന്റെ തലമുറയ്ക്കകത്ത് ഇറങ്ങി വരണമേ, എന്റെ ജീവിതത്തിൽ നീ അങ്ങ് ഇറങ്ങി വരണമേ. ആമേൻ, ഒരു മാറ്റം പ്രതീക്ഷിച്ച് നീ ആയിരിക്കുകയാണോ? ആമേൻ, അതെ, നിശ്ചയമായും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഒരു അത്ഭുതം പ്രതീക്ഷിച്ച് നീ ആയിരിക്കുവാണോ? അതെ, നിന്റെ ഒഴിഞ്ഞ കലശങ്ങളെ നിറയ്ക്കുവാൻ എന്റെ കർത്താവിന് കഴിയും. ആമേൻ, നിന്റെ കാലി പോക്കറ്റുകളെ അത്ഭുതകരമായി നിറയ്ക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇരുള് മൂടിക്കിടക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം പ്രവർത്തിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. കൂട്ടുകാർക്ക് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. ആമേൻ, ഒരു അധ്യാപകർക്ക് നിന്റെ വിദ്യാഭ്യാസത്തിൽ ഒരു അത്ഭുതം സൃഷ്ടിക്കുവാൻ കഴിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. വലിയ ട്യൂഷൻ മാസ്റ്ററുകൾക്ക് നിന്റെ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച നൽകുവാൻ കഴിയത്തില്ല. ആമേൻ, പക്ഷേ കർത്താവിന്റെ സന്നിധിയിൽ നീ ഒന്ന് മുട്ടുമടക്കുവാൻ തയ്യാറായ, ദൈവവചനം വായിക്കുവാൻ തയ്യാറായ, നിന്റെ ഹൃദയത്തിനകത്ത് നിന്റെ മൈൻഡിൽ ആമേൻ കർത്താവിനെ ഒന്ന് റിസീവ് ചെയ്യുവാൻ തയ്യാറായ നിന്റെ ബുദ്ധിമണ്ഡലത്തെ അവൻ അത്ഭുതമാക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. നിന്നെ ജ്ഞാനിയാക്കി കർത്താവ് തീർക്കുമെന്ന്. അതെ, എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് പഠിക്കുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു നീ നാളുകൾ കൊണ്ട് കരയുന്നുണ്ട്. അതേ പ്രിയ ദൈവ പൈതലേ, OET ഒത്തിരി തവണ എഴുതി, ആമേൻ, ഇത് ലാസ്റ്റ് അറ്റംപ്റ്റ്, ഇത് എഴുതിയിട്ട് ഇനി കിട്ടിയില്ലെങ്കിൽ ഇനിയൊരു നിന്ന കേൾക്കാൻ ഞാനില്ല, അങ്ങനെ പൂട്ടിക്കെട്ടാൻ നീ പദ്ധതി ഒരുക്കി ഇരിക്കുന്നില്ലേ? പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, കർത്താവിനെ ഒന്ന് കൂട്ടുപിടിക്കുക. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ആമേൻ, ഈ സമയം നീ വിളിച്ചു പറയുവാൻ തയ്യാറാകുക. എന്റെ ബുദ്ധിമണ്ഡലത്തിൽ കർത്താവിനെ ഞാൻ ക്ഷണിക്കുന്നു. റമന ശംദനെ റീകാലക ശംദന രഗൽക്കടകസി. അടുത്ത് നീ എക്സാം എഴുതുവാൻ പോകുന്നത് കർത്താവിനെയും കൂട്ടുപിടിച്ചായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. നിന്റെ ബുദ്ധിമണ്ഡലങ്ങൾക്കകത്ത് ചില അത്ഭുതങ്ങളെ കർത്താവ് സൃഷ്ടിക്കുന്നു. ആമേൻ, എന്തൊക്കെ പറഞ്ഞാലും ശരി, ആമേൻ, ഹിയറിംഗിൽ പോകുന്നു, റീഡിംഗിൽ പോകുന്നു, റൈറ്റിംഗിൽ പോകുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇനി നീ എവിടെ ഇറങ്ങി എന്ത് ചെയ്താലും ചില അത്ഭുതങ്ങൾ നിന്റെ മുമ്പിൽ വെളിപ്പെടുവാൻ പോകുക. യെസ്, ഞാൻ ആമേൻ തിരിച്ചറിയുന്നു, ചില അത്ഭുത സാക്ഷ്യങ്ങൾ എന്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കുവാൻ പോകുന്നു. അതെ, ചില എക്സാമുകൾ പാസ്സായതിന്റെ, ഒത്തിരി PSC ടെസ്റ്റുകൾ നീ എഴുതിയില്ലേ? ആമേൻ, കടന്നു ചെല്ലും, ആമേൻ, എക്സാം ആമേൻ ഹാളിൽ ചെല്ലും, വല്ലാത്ത ഫിയറിങ്, വല്ലാത്ത പേടി, വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ആ ഭയത്തിന്റെ ആത്മാവിനെ പുറത്താക്കി സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ നിന്റെ കരത്തിൽ നൽകുവാൻ പോകുന്നു. വിശ്വസിച്ച് നീ ആമേൻ പറ. ഒരു ഗവൺമെന്റ് ജോലി, എന്തെങ്കിലും ആമേൻ രീതിയിൽ ഒരു ഗവൺമെന്റ് ജോലി എനിക്കൊന്ന് കിട്ടിയെങ്കിൽ നീ കരയുന്നുണ്ടോ? നിന്റെ പ്രതീക്ഷ കൈവിടരുതേ. നീ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. സ്വർഗത്തിലെ അപ്പൻ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. വിശ്വാസത്തോടെ ചില മെയിലുകൾ ചെക്ക്, ചില അത്ഭുതങ്ങൾ നീ കാണുവാൻ പോകുന്നു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, വിശ്വാസത്തോടെ ഞാൻ ദൂത് കൈമാറട്ടെ. നീ ചില അത്ഭുതങ്ങൾ നിന്റെ ചെവി കൊണ്ട് കേൾക്കുവാൻ പോകുന്നു. റമന ശംധന റഖാലകസിയ. അർത്ഥപ്രൗഢവന ഉദരഫലം ഇല്ലാതെ നീ നാളുകൾ കൊണ്ട് കരയുന്നില്ലേ? ഹന്നയുടെ നിലവിളി കേട്ടോ? കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചുവെങ്കിൽ റിമാനക ശംധാരബ ക്ഷാരകടകസി അധാരകടക ശംധരാരകൽക്കടകസി. ആമേൻ, അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന വാഗ്ദത്തം ട്രീറ്റ്മെന്റുകൾ ചെയ്ത് പരാജയപ്പെട്ടു. ആമേൻ, അവസാനിച്ചു. ഇനി എനിക്ക് പറ്റത്തില്ല, ഇനി ഞാൻ മുൻപോട്ട് പോകുന്നില്ല, ഇനിയൊരു ട്രീറ്റ്മെന്റ് എനിക്ക് വേണ്ട, ഇനിയൊരു IVF ഞാൻ ട്രൈ ചെയ്യുന്നില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കൺസീവ് ആ. വിശ്വാസത്തോടെ ആമേൻ നീ പരിശോധിക്കുക, നീ കൺസീവ് ആണെന്ന്. ജൂഡബലഗസിയ റീഖാലക ശംദനാരകൽ കടകസി അധാരക ശംദനാരകൽ പ്രൗഢവന. ആമേൻ, ഇനി വയ്യ എന്ന്, ഇനി പറ്റത്തില്ല, എന്റെ ഹസ്ബൻഡ് ഇനി ഇതിന് ആമേൻ ട്രൈ ചെയ്യത്തില്ല. ആമേൻ, പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറ നീ വഹിച്ചിരിക്കുക. നീ ഒരു റിസൾട്ട് വിളിച്ചു പറയുവാൻ പോകുക. വിശ്വാസത്തോടെ നീ ഉദരത്തിൽ കൈവച്ച് പറ, ആ റിസൾട്ട് പറയുന്ന വ്യക്തി ഞാനായിരിക്കും. ജൂഡമന റീഖാലക ശംദനാരകൽ പ്രൗഢവന അധരക ജനഘടകസി. നിന്ന കേട്ട് നീ ഒത്തിരി മടുത്തതാ. ആമേൻ, നിന്ന ഒത്തിരി നീ കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് നീ അത്ഭുതം കാണുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നീ ഒരു അത്ഭുതം കാണുവാൻ പോകുന്നു. ജൂഡമന അധാരക ശംദനാരകൽ കടകജനഘടകസി. ആമേൻ, ഭൂതങ്ങളുടെ മേലും ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും. ആമേൻ, ഗദരദേശത്തിലെ
ഭൂതത്തെ എല്ലാവർക്കും അറിയാം. ഒത്തിരി ഭൂതത്തെയും ബാധിച്ച് അവൻ ചങ്ങലകൾ ഉരുമി പൊട്ടിച്ച് അവന്റെ ജീവിതത്തിലെ എല്ലാ നല്ല സമയവും കളഞ്ഞ് അവൻ മുഷിഞ്ഞ അവൻ വസ്ത്രധാരിയായി അവൻ നേരെ ഒരു വസ്ത്രം പോലും ധരിക്കുവാൻ കഴിയാതെ വണ്ണം അവൻ ശരീരത്തെ സ്വയം ധന്യപ്പിച്ച് ഭൂതോപദ്രവം ബാധിച്ചൊരു ഗദരദേശത്തിലെ ഭൂതം അവന്റെ മേലുള്ള ഭൂതത്തെ പന്നിക്കൂട്ടത്തിന്മേൽ ശാസിച്ച് അവന്റെ ജീവിതത്തെ ഒരു അത്ഭുതകരമായി മാറ്റിയ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത് വ്യാപരിച്ചിരിക്കുന്ന ചില ആഭിചാര മന്ത്രതന്ത്രങ്ങൾ അതിനെ ഇന്ന് കർത്താവ് അവൻ ശാസിക്കുവാൻ പോകുക. ചിലത് നീങ്ങിപ്പോകുന്നത് നീ അറിയുവാൻ പോകുന്നു. ചില അടയാളങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് കർത്താവ് വെളിപ്പെടുത്തുവാൻ പോകുന്നു. റമന ശെംദരെ നിന്റെ കുടുംബത്തിന്റെ തകർച്ച കാണുവാൻ അതെ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു. അവൻ ആരുടെയോ ഭവനത്തെ വിറ്റ് നശിപ്പിക്കുവാൻ നീ വളരെ പ്രതീക്ഷയോടെ ഹല്ലേലൂയ അവൻ ഉണ്ടാക്കിയെടുത്ത ഭവനം, ഒത്തിരി കണ്ണുനീരിൽ നീ പണിതെടുത്ത ഭവനം ആരൊക്കെയോ ചേർന്ന് അതിനെ വിറ്റു മുടിപ്പിക്കുവാൻ പിശാച് പദ്ധതി ഒരുക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കുടുംബത്തെ ദൈവം ഒരു അത്ഭുതകരമാക്കി ആ ദേശത്ത് നിന്റെ ഭവനത്തെ പണിതെങ്കിൽ, നല്ലൊരു കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് നീ അവിടെ ആയിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ശത്രുവോടും നിന്നെ ദൈവം ആ ദേശത്ത് അത്ഭുതകരമായി ഉറപ്പിക്കുവാൻ പോകുക. ജൂഡവനക ശബ്ദന അവനൊരു സ്വസ്ഥതയില്ല. ആ സ്വസ്ഥത ഇല്ലാത്തത് കൊണ്ടാണ് നീ വെക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്നത്. അവൻ എന്നോട് അങ്ങനെ പരിശുദ്ധാത്മാവ് പറയുന്നത്, നിന്റെ ഭവനത്തിൽ സ്വസ്ഥതയില്ല, പുതിയ ഭവനമാ, സ്വസ്ഥതയില്ല, അതുകൊണ്ട് നീ വിൽക്കുവാൻ പോകുന്നു. നോ, അവൻ നിന്റെ ഭവനത്തിനകത്ത് അത്ഭുത മന്ത്രി വന്നിട്ടുണ്ട്. എല്ലാ അസമാധാനത്തിന്റെ മണ്ഡലങ്ങളും ചൂടവന അരകാസിയാന്തര എല്ലാ ആഭിചാര മണ്ഡലങ്ങളും അതിനെ വിറ്റു നശിപ്പിക്കുവാൻ പദ്ധതി ഒരുക്കുന്ന ശത്രുവിന്റെ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുകയാ. നിന്റെ രോഗത്തിന്റെ മേൽ അവൻ അത്ഭുതം പ്രവർത്തിക്കും. നിന്റെ കാഴ്ചയുടെ മേൽ അവൻ അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ, ഹല്ലേലൂയ. കാഴ്ചയില്ലാത്ത കുരുടന് കർത്താവ് കാഴ്ച നൽകി അത്ഭുതം പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ അവൻ ഇന്ന് രോഗത്തിന്റെ മധ്യേ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്തിട്ടും രോഗം കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല. ഒന്നുകിൽ ഓഫീസിൽ ചെല്ലുമ്പോൾ രോഗം, അല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ രോഗം. അങ്ങനെ നീ വല്ലാതെ കിടന്ന് തകരുന്നുണ്ട്. അവൻ വല്ലാതെ കിടന്ന് നീ തീയിലും വെള്ളത്തിലും എന്ന പോലെ നീ വല്ലാതെ ഭാരപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ രോഗക്കിടക്കയെ എൻ്റെ കർത്താവ് എടുത്തു മാറ്റുവാൻ പോകുക. ഈ രോഗത്തിന്റെ അവസ്ഥയെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുവാൻ പോകുക. ജൂഡമന റഖാലഗസിയ അർത്ഥപ്രൗഢവന ദീപലഘടക ശംധാരകന. ഒത്തിരി സ്ഥലത്ത് നീ ഓടി, ഒത്തിരി സ്ഥലത്ത് നീ അലഞ്ഞു, ഒരു സൗഖ്യത്തിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് നിന്റെ ശരീരത്തിനകത്ത് ഒരു അത്ഭുതം സംഭവിക്കുവാൻ പോകുക. നിന്റെ രോഗം മാറി. അവൻ നിന്റെ അസ്ഥികൾക്കകത്ത്, നിന്റെ മാംസങ്ങൾക്ക്, നിന്റെ നാഡി നരമ്പുകൾക്കകത്ത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സാന്നിധ്യം ഇന്ന് രാത്രി ഇറങ്ങുക. നിന്റെ ശരീരം നിർജീവമായി പോയ നിന്റെ ശരീരത്തെ എന്റെ കർത്താവ് അത്ഭുതകരമാക്കി തീർക്കുവാൻ പോകുക. ചൂടമന റഖാലഗസി നിന്റെ ജീവിതത്തെ അവൻ അത്ഭുതമാക്കുവാൻ പോകുന്നു. നിന്റെ രോഗം മാറി രോഗമില്ലാത്ത ശരീരമാക്കി നിന്റെ ജീവിതത്തെ മാറ്റുവാൻ പോകുന്നു. റമനക ശബ്ദനാരകൽക്കടകസി നിന്റെ തലമുറ ലോകത്തിൽ നശിക്കുന്നുവെന്ന് നീ കരയുന്നുണ്ടോ? അതെ, നിന്റെ തലമുറ ദേശത്ത് അത്ഭുതമാകുവാൻ പോകുന്നു, രാജ്യത്ത് അത്ഭുതമാകുവാൻ പോകുന്നു. അവൻ തിരഞ്ഞെടുക്കപ്പെട്ട സന്തതി. റമന ശഖനെ റീമാനക ശബ്ദന രകൽ പ്രൗഢവന. അതേ പിതാവേ, അതേ മാതാവേ, നിന്റെ തലമുറ തിരഞ്ഞെടുക്കപ്പെട്ട സന്തതി. അറമനക ശബ്ദന രകാസിയാംധേ റീബാലക ശബ്ദന രകൽ കടകസി തിരഞ്ഞെടുക്കപ്പെട്ട വക്തത്വ സന്തതിയെ അവൻ ലോകവും പൈശാചികകരവും ചില മാനുഷിക കരവും ചേർത്ത് തകർക്കുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ നിന്റെ തലമുറയെ ആ ദേശത്ത് കൊണ്ടുപോകുവാൻ പദ്ധതി ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അതൊരു അത്ഭുതമാണ്. രാജ്യത്തിന്റെ വാതിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി തുറക്കുവാൻ പോകുന്നു. ആമേൻ. രാജ്യത്തിന്റെ വാതിൽ തുറന്ന് നിന്റെ തലമുറ ആ പട്ടണത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറ ഒരു അത്ഭുതമായി തീരുവാൻ പോകുക. വാക്തത്വ സന്തതിയ തകർന്നു പോകുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. നിനക്കൊരു തലമുറയെ തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറ ഒരു അത്ഭുതമാണ്. നീ ജീവിച്ചിരിക്കുന്ന ഒരു അത്ഭുതമാണെന്ന് നീ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആമേൻ, നിന്റെ തലമുറയും ഒരു അത്ഭുതമാണ്. ഇതുവരെയും സന്തോഷം നിന്റെ തലമുറയിൽ നിന്ന് കാണുവാൻ നിനക്ക് കഴിയുന്നില്ലേ? ആമേൻ. അടുത്തുള്ള ദിവസങ്ങൾ നിന്റെ തലമുറയുടെ അത്ഭുതം നീ കാണുവാൻ പോകുക. ജൂഡമന റഖാല ശംതനെ റിമാനഘടക ശബ്ദന രകൽ പ്രൗഢവന അതാരഘടക ശബ്ദന രകൽ കടകസി മങ്ങിക്കിടക്കുന്ന നിന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷകൾക്ക് അവൻ അത്ഭുതം ചെയ്യുവാൻ പോകുക. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതെ, ഈ ദിവസങ്ങളിൽ ചില അത്ഭുതം എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുവാൻ പോകുന്നു. അതെ, എൻ്റെ ചെവി കൊണ്ട് കേൾക്കുവാൻ പോകുന്നു. ശുശ്രൂഷയെല്ലാം ക്ലോസ് ചെയ്ത് അവൻ ഇനി വയ്യ, അവൻ എല്ലാം അവസാനിപ്പിക്കുവാൻ നീ പദ്ധതി ഒരുക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു,
നിന്റെ ശുശ്രൂഷയുടെ അവസാനമല്ല. ആമേൻ, ഇനിയും നീ ദൂര യാത്ര ചെയ്യേണ്ടതുണ്ട്. നിന്റെ ജീവിതത്തിലെ അത്ഭുതം കണ്ട് അനേകർ കർത്താവിനെ അറിയുവാൻ പോകുക. ആമേൻ, തലമുറയുടെ പേര് പറഞ്ഞ് നിന്റെ ശുശ്രൂഷയെ നീ ക്ലോസ് ചെയ്യുവാൻ പദ്ധതി ഒരുക്കിയായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, അവസാനമല്ല, ചിലതിന്റെ തുടക്കം സംഭവിക്കുകയാ. ജൂഡമന ജുഡവന ഘടക ശബ്ദരാരകൽ പ്രൗഢവന അർത്ഥൽ ഘടക ശബ്ദനാരികാരഘടക ശബ്ദരാരകൽ ഘടകസി. മരിച്ച ലാസറിനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, തീർന്നുപോയ ആമേൻ വീഞ്ഞിന്റെ ആമേൻ അനുഭവത്തെ ആമേൻ ആമേൻ ഏറ്റവും മനോഹരമാക്കി രുചിയുള്ളതാക്കി കർത്താവ് അത്ഭുതം കാനാവിലെ കല്യാണത്തിന് പ്രവർത്തിച്ചുവെങ്കിൽ, റമന ഷെംധനെ റഖാരകസി, ഭൂതത്തെ പുറത്താക്കിയെങ്കിൽ, രോഗത്തെ ആമേൻ സൗഖ്യം വരുത്തിയെങ്കിൽ, ഇന്ന് രോഗികളായിരിക്കുന്ന ഈ ജനത്തിന്റെ മേൽ എൻ്റെ അപ്പനൊരു അത്ഭുതം പ്രവർത്തിക്കണമേ. കടബാധ്യതയിലായിരിക്കുന്ന ഈ കുടുംബങ്ങൾക്ക് വേണ്ടി എൻ്റെ അപ്പൻ അത്ഭുതം പ്രവർത്തിക്കണം. സ്വന്തമായ ഭവനമില്ലാത്ത ഈ ജനത്തിന് വേണ്ടി അപ്പനൊരു അത്ഭുതം പ്രവർത്തിക്കണം. രോഗങ്ങളുടെ മേലൊരു അത്ഭുതം പ്രവർത്തിക്കണം. ഭൂതങ്ങളുടെ മേലൊരു അത്ഭുതം പ്രവർത്തിക്കണമേ. ആമേൻ, ഹല്ലേലൂയ, തൊഴിലില്ലായ്മയുടെ മേൽ ഒരു അത്ഭുതം പ്രവർത്തിക്കണം. കുടുംബ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കണം. തലമുറകളുടെ മേലൊരു വലിയ അത്ഭുതം കർത്താവ് ഈ സമയം ചെയ്യുന്നതിനായി സ്തോത്രം. അപ്പാ, ആമേൻ, തകർന്നു കിടക്കുന്ന ഈ കുടുംബങ്ങളെ പണിയണമേ. പൊളിഞ്ഞു കിടക്കുന്ന ചില ഭവനങ്ങളെ അപ്പൻ പണിയണമേ. ആമേൻ ആമേൻ, ലോകത്തിൽ ആമേൻ മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരികളിലും ആമേൻ കേസുകളിലും തകർന്നു പോയ ചില തലമുറകളെ എൻ്റെ അപ്പനങ്ങ് പുറത്തു കൊണ്ടുവരണമേ. ചില ജയിലറയ്ക്കുള്ളിൽ ഈ വചനം ഓടിയെത്തട്ടെ. ചില ഹോസ്പിറ്റൽ ഐസിയുകളിലേക്ക് ഈ വചനം ഇറങ്ങി ചെല്ലണമേ. ജൂഡമന റഖാലഗസിയ, ചില കല്ലറകൾക്കകത്ത്, ചില നഷ്ടം വമിച്ച കല്ലറകൾക്കകത്തേക്ക് ഈ കരം ഇറങ്ങി ചെല്ലുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു, സ്കിൽക്ക് നമ്മളിലേക്ക് നിങ്ങൾ വിളിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര്, സ്ഥലം, പ്രാർത്ഥന വിഷയവും വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടിടുക. ആമേൻ. തുടർന്നും ഈ മെസ്സേജ് അനുഗ്രഹമാണെങ്കിൽ അനേകരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ ലൈവിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാ വെള്ളിയാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 11 മണി മുതൽ 1 മണി വരെ ലൈവിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞായറാഴ്ചകളും സവാരാധനയുണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കുവാനായി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും, ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.